മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒന്നിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് കണ്ണും കാണാത്ത മുനാഫിഖായ ഒരാൾ മുസ്ലിം പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നബി ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അയാൾക്ക് എങ്ങനെ നബിയോട് ദേഷ്യമുണ്ടാവുക? അയാൾക്ക് ദേഷ്യമുണ്ടായതാണോ? അല്ല, കൂടെയുള്ള ആളുകൾ പിരികയറ്റുന്നവരാണ് ആണ്. അങ്ങനെയാണ് നിരപരാധികളായ ആളുകളൊക്കെ പിരികയറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് പല സംഘടനകളും വളരുന്നത്. കുറ്റം പറഞ്ഞു കൊടുക്കുക. ആ മനുഷ്യൻ കയ്യിൽ ഒരു മണ്ണിന്റെ കട്ടയും പിടിച്ചിട്ട് ഈ വേറെ ആർക്കെങ്കിലും തട്ടുമെന്ന് പേടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കല്ലുകൊണ്ട് ഞാൻ നിങ്ങളെ എറിഞ്ഞേതേ എന്ന് മുസ്ലിമിനോട് പറഞ്ഞപ്പോ ആ വഴിക്ക് പോകുന്ന സ്വഹാബിമാരിൽ ചിലർ കുറ്റവാളിയായ ഈ കണ്ണ് കാണാത്ത ആളെ, കപടവിശ്വാസിയായ ആളെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ തീരുമാനിച്ചു. അപ്പോഴാണ് മുസ്ലിം പറയുന്നത്, ചെയ്യരുതേ ചെയ്യരുതേ. റഹ്മത്തുൽ ആലമീൻ അവരോട് പറഞ്ഞു, അയാളെ വിട്ടേക്കണേ, അയാൾ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയല്ലേ, ദേശമുള്ള ഒരാളെന്ന് പോയിട്ട് ദേശത്തിന് ഒന്നും കൊടുത്താൽ അയാൾക്കറിയാം ആരാണ് ഇന്ത്യയിൽ അന്നാണല്ലേ, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്റെ ഒരു പരിഗണനയാണ്, കണ്ണ് കാണാത്ത ആളല്ലേ, ഡിഫറൻറ്റ്ലി ഏബിൾഡല്ലേ, ഫിസിക്കലി ടാലന്റഡ് അല്ലേ, ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് കണ്ണ് കാണാത്തവരോട് മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുന്നത്. ഏത് വിഷമം വന്നാലും വിഷമങ്ങളിൽ ഏറ്റവും വലുത് കണ്ണുകൾ നഷ്ടപ്പെടുന്ന വിഷമമാണല്ലോ. അത് സഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല എന്നും സ്വർഗമാനതിന്റെ പ്രതിഫലമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷമത്തിന്റെയും അവസ്ഥാനാണ്. ഒരു മുള്ളു കുത്തിയാൽ വരെ ചെയ്തു പോയി തെറ്റുകൾ പൊട്ടപ്പെടുന്നതാണ്. ഉമ്മമാര് അടുക്കളയിൽ ഇങ്ങനെ എന്തൊക്കെ വെച്ചുന്നിടയിൽ കയ്യിൽ നച്ചുപോയി ഉണ്ടാവും. ഉമ്മമാരൊക്കെ ഭയങ്കര സേവനം ചെയ്യുന്നവരല്ലേ. നമ്മളുടെ കറിയിൽ ഉപ്പ് പോരാൻ വെള്ളിയാഴ്ച ദൈവങ്ങൾ ചെന്നാൽ എന്താ വന്നിട്ടില്ല, ഇതൊക്കെ വേവിച്ചെടുത്തിട്ട് തീയൊക്കെ പാകാക്കി കൊണ്ടുവരാൻ എത്ര പണിയുണ്ട് മുന്നിൽ. എത്രയോ മനുഷ്യന്മാര് ഭക്ഷണത്തിന് ഇരുന്ന ചിന്ത പറയുന്നുണ്ട്. ഇരുന്ന ചിന്ത കുറ്റം പറയാൻ എഴുന്നേൽക്കൂല. നിങ്ങൾക്ക് എന്താണെന്ന് മാപ്പിള കണ്ണൂര് മുതലാണ് എല്ലാം പറഞ്ഞിരിക്കില്ല. മാപ്പിളക്കൊരു നമുക്ക് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നില്ല, ആരും കുറ്റം പറയരുത്. ഭക്ഷണത്തെ ആ വ്യക്തിഗത സ്ഥലം എന്താ കഴിക്കുക, അൽഹംദുലില്ലാ നല്ല ചാകുണ്ട്, മാത്രമല്ല നല്ല ചാകുണ്ട് തിന്നൂല, അൽഹംദുലില്ലാ നല്ല ഭക്ഷണം. ഇവിടെ അതിൽ പച്ചക്കറി, സാമ്പാറും ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാവും ഒരു പാത്രത്തിൽ. ഇന്നുള്ളിൽ നല്ല രസമുണ്ട്. കുറ്റം പറയാൻ പാടില്ല. ഏത് ഭക്ഷണം അപ്പൊ കയ്യെ കച്ചു പോകുന്നു. ചിലപ്പോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് പോകുന്നു, കയ്യിൽ ചോര വരുന്നു, എന്തെങ്കിലും സംഭവിക്കുന്നു. മുസ്ലിമായ ഒരാൾ അതിന് കണ്ടീഷൻ ഉണ്ടത്, എന്ന് ചൊല്ലി മുസ്ലിമാവണം. അങ്ങനത്തെ ഒരാൾക്ക് ഒരു മുള്ളു കുത്തിയാൽ, മുള്ളു ഇതിന്റെ ആണിയൊക്കെ മുള്ളാവശ്യം ഇല്ല, ഒരു സ്ഥാനം ഉയർത്തി കൊടുക്കുകയും ഒരു തെറ്റല്ലാതെ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുള്ള കാലി കുത്തിപ്പോയി വെച്ച് കൊടുക്കാൻ വേണ്ടി മുള്ളുകാട്ടൊക്കെ നടക്കണ്ടാണ്. അപ്പോഴെന്തെങ്കിലും കൊടുക്കണത്. ഇപ്പോ കാലിലറിയാതെ മുള്ളു കുത്തിപ്പോയി വേദനിച്ചു. ഒരു തെറ്റല്ല പുറത്തു തന്നു, ഒരു സ്ഥാനമുള്ള ഉയർത്തുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെ സഹിക്കാൻ വേണ്ടി പറഞ്ഞത്, പ്രയാസം സഹിച്ചാൽ അതിന്റെ കൂലി സ്വർഗമല്ലേ, അല്ലാഹു ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ശാരീരികമായ വൈകല്യമുള്ള മക്കളെ നല്ല സ്നേഹത്തോടുകൂടെ വളർത്തണം. നല്ല സ്നേഹത്തോടുകൂടെ നല്ല സ്നേഹത്തിൽ വളർത്തണം. ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ വിശദാംശങ്ങൾ ശരിക്കും ഓർമ്മ വരുന്നില്ല. ഒരു കുട്ടിയുടെ ഉപ്പ
കുട്ടിയുടെ പേര് അഹ്മദ് എന്നാണ്, ബാപ്പയുടെ പേരപ്പുണ്ട്. വലിയ പ്രഭാഷകനാണ്, ഇന്നറിയപ്പെട്ട അറബ് ലോകത്തെ ഒരു പ്രഭാഷകനാണ്. റവായ റഷീദി, അദ്ദേഹത്തിന്റെ പേരിലുള്ളത് അബ്ദുള്ള റഷീദി എന്നാണ്. അദ്ദേഹം ജോർദാനിയാണ്, പ്രഭാഷകനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വലിയ കിതാബുകളുമാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ റവായകളൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹം നന്നാവാനുണ്ടായ ഒരു കാരണം പറഞ്ഞത്, അദ്ദേഹത്തിന് ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോവാ, ഭാര്യ പക്ഷത്തിലാണ്. നല്ല ആത്മകഥയിൽ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ റവായ റഷീദി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തന്നെയുണ്ട്. 1200ഓളം പേജുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ സംഭവം പറയുന്നുണ്ട്, ഞാൻ നന്നാവാൻ കാരണം 23 വയസ്സുള്ള സമയം ഞാൻ കല്യാണം കഴിച്ചു, നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. പക്ഷെ ഞാനെന്ന് ഇച്ചിരി കള്ളുകുടിയും തോന്നിവാസത്തുള്ള സമയമാണ്. എനിക്ക് അള്ളാനെ പറ്റി അറിയില്ലായിരുന്നു, വിസ്താരമില്ലായിരുന്നില്ല. എന്റെ ഭാര്യ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടപ്പോ, ഗർഭം പ്രസവിക്കാനായിട്ടുണ്ട്, ഹോസ്പിറ്റലിലായപ്പോ എന്നെ അവർ വിളിച്ചു. ഞാൻ സാധാരണ പാതിരാത്രിയാ വീട്ടിലേക്ക് കടന്നു വരാം. അന്ന് അവൾ എന്നെ വിളിച്ചു, ഇന്നെങ്കിലും ഇന്നെന്റെ പ്രസവമാണ്, ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് തന്നെ ഉണ്ടാവും, നിങ്ങൾ എന്റെ അരികത്ത് വരുമോ? രാത്രിയായില്ലേ, ഇന്നെങ്കിലും എന്റെ അരികത്ത് വാ പ്ലീസ് എന്ന് പറഞ്ഞ് യാചിച്ച് കെഞ്ചി ഭർത്താവിനെ വിളിച്ചു. അപ്പൊ കൂട്ടുകാരോടൊക്കെ ബൈ പറഞ്ഞ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ പ്രസവ വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ കുഞ്ഞിന്റെ പേര് അഹ്മദ് എന്നാണെന്ന് ഞാൻ വെക്കുന്നത്. ആ കുഞ്ഞിന്റെ പേര് തന്നെ ആദ്യം തീരുമാനിച്ചിരുന്നു. കുഞ്ഞിന്റെ പേര് മോനാണ്. നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ ഇപ്പൊ തരാൻ പറ്റില്ല, ഐസിയുലേക്ക് കൊണ്ടുപോകണം, ഐസിയുലേക്ക് മാറ്റി. കുഞ്ഞിന് 4 ദിവസമായി എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് വെമ്പലായി, എന്റെ ഭാര്യയ്ക്കും. അങ്ങനെ ആ കുഞ്ഞിനെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോ ഞാൻ ഇച്ചിരി തിരക്ക് വിളിച്ച് ഡോക്ടറോട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയത് എന്ന് എന്താ പറയാത്തത് എന്ന് ചോദിച്ചു. ഞാൻ തിരക്കി ഡോക്ടറോട്, എന്താ ഞങ്ങൾ കുഞ്ഞിനെ വെയിറ്റ് ചെയ്യാത്തത്? നമ്മൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ ബില്ലിടാൻ വേണ്ടി ചെയ്യാം, എന്തെങ്കിലും കള്ളന്മാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യും, തെറ്റ് ചെയ്യും ഇല്ലേ? സാമ്പത്തികമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, ഡോക്ടർമാർ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ, നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടവരാണ്. കയ്യും കാലും ഇന്നലെ ന്യൂ ഇയർ പ്രമാണിച്ച് എത്ര ആംബുലൻസിനാണ് കോഴിക്കോട് ടൗണിലൂടെ പോയിരുന്നത്. ഇതൊക്കെ പൂർണ്ണ മെഡിക്കൽ കോളേജില് ഞങ്ങൾ കണ്ട് 1-2 ആക്സിഡന്റ്. പാതിര രാത്രി 2 മണിയായിരിക്കെ 3 മണിക്ക് ഡോക്ടർമാർ ഉറപ്പുവെച്ച രോഗികളെ ശുശ്രൂഷിക്കുന്നില്ലേ? എത്ര പൈസ കൊടുക്കാറുണ്ടാ മതിയാവോ? ജീവിതം പണയം വെച്ചിട്ടാണ് ഡോക്ടർമാർ രോഗികളെ ശുശ്രൂഷിച്ചത്. ഒരു കൈപ്പഴ വ്യക്തിയാൽ നമ്മൾ അടിച്ചുപോയി ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർമാർ തല്ലും. എത്രയോ ആളുകൾക്ക് അവരുടെ കൈകൊണ്ട് ശിഫ കിട്ടിയിട്ടില്ലേ? നമ്മൾ ആലോചിക്കണം. ഡോക്ടർമാർ ചെയ്യുന്ന സേവനം നിസ്സാരമായി കാണലിന്റെ മുന്നിങ്ങളെ വലുതാണ്, വലിയ സേവനമാണത്. വലിയ ഇൻക്രെഡിബിൾ അമേസിംഗ്. അല്ലാഹു കൂലി കൊടുക്കട്ടെ. അതിൽ മുസ്ലിമീങ്ങളായുള്ളത് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഡോക്ടർ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഉപദേശം തന്നു. പിന്നെ പഠിച്ചതൊന്നും ഞാൻ നിനക്കറിയോ? അറിയും. എന്ത് തന്നാലും നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ചില വിഷമങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനുണ്ട്. എന്തേ? നിങ്ങളുടെ കുഞ്ഞിന്റെ 2 കണ്ണും വസയില്ല, കുഞ്ഞിന് കാഴ്ചയുണ്ടാവില്ല. നിങ്ങളുടെ കുട്ടി അന്ധനാണ്. ഞാൻ തളർന്നു, ഞാനെന്ത് തളർന്നു. എന്റെ ആദ്യത്തെ കുഞ്ഞാണ്, 23 വയസ്സാണ് എനിക്ക്. എന്റെ ആദ്യത്തെ കുഞ്ഞിന് കണ്ണില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തളർന്നു. അത് മാത്രമല്ല, എനിക്ക് എന്റെ കുഞ്ഞിനോട് ഇഷ്ടമില്ലാതെ കുഞ്ഞ് വളർന്നു. 6 മാസമായി, 1 വയസ്സായി. ഞാൻ എന്റെ കുഞ്ഞിനെ കൽപ്പിക്കൂലായി. കണ്ണ് കാണാത്ത കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നിയത്. എന്റെ കുട്ടിക്ക് 4ഉം 5ഉം വയസ്സായി. ഞാൻ എന്റെ കുട്ടിയുടെ അരികത്ത് ഇരിക്കാറില്ല. എനിക്ക് സമാധാനം കിട്ടില്ല. ഞാൻ വീട്ടിൽ ഇറങ്ങി പോകാതെ പതിവ്, വീട്ടിലിരിക്കാറില്ല. ഈ കണ്ണ് കാണാത്ത കുട്ടിയല്ലേ. അതിനിടയ്ക്ക് എന്റെ ഭാര്യയ്ക്ക് 2ാമത് കുഞ്ഞ് ജനിച്ചു. എനിക്ക് 2ാമതും 3ാമത് കുഞ്ഞ് ജനിച്ചു. ഈ 3 ശേഷം വേറെ 2 കുട്ടികൾ, ഒരു മകനും ഒരു മോളും. എന്റെ മോൻ വളർന്നു. അവൻ നിസ്കരിക്കാൻ പോകുന്ന കുഞ്ഞായിരുന്നു. അവൻ വാശി പിടിച്ച് കരയാറുണ്ട്. കണ്ണെന്ന് കണ്ണിനീര് വരില്ല, പക്ഷെ അവൻ കരയുന്നത് എനിക്കറിയാം.
അവരൊരിക്കലും എന്നെ ചോദിക്കാറില്ല ഉമ്മയെ വേണം കല്യാണത്തിന്. എന്റെ ഭാര്യ പൊന്നുപോലെ ആ കുട്ടിയെ വളർത്തി. എന്റെ ചെറിയ മോനും യക്ഷനെ നന്നായി പരിപാലിച്ചു. എന്റെ മോൻ എന്നെ ചോദിക്കാറേയില്ല. എനിക്ക് എന്റെ മോനുമായൊരു ബന്ധവുമില്ലായിരുന്നു. കണ്ണു കാണാത്ത കുട്ടിയല്ലേ എന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് തള്ളി. ആ മോൻ വലുതായി മോൻ 10 വയസ്സായ സമയം എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാണ്. ഞാൻ മാറുന്നത്, ഞാൻ നന്നാവുന്നത് അപ്പോഴാണ്. ആ സമയം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അഹ്മദ് എന്തെന്നില്ലാതെ കിടക്കി ഭയങ്കര ബഹളം വീട്ടിൽ. ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, അഹ്മദ് എന്ത് പറ്റി? പറയുന്നില്ലല്ലോ. ഉമ്മയെ വിളിക്ക്, അനുജനെ വിളിക്കുന്നു. ഖാലിദാണ് അനുജൻ. ഖാലിദിനെ വിളിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വാപ്പകളുണ്ട്, ഞാൻ വാപ്പയാണ്, വാപ്പകളുണ്ട്. വാപ്പയെ വിളിക്കുന്നു പറയാനില്ല. ഖാലിദിനെ വിളിക്കുക വാപ്പ, അല്ലെങ്കിൽ ഉമ്മയെ വിളിക്കും. ഇവിടെ ആരില്ലേ? എല്ലാവരും എന്റെ വിളി കേൾക്കാത്തതെന്ന് അവരൊക്കെ തിരക്കിലായിരുന്നു. ഖാലിദ് വന്നു. ഖാലിദിനോട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഖാലിദ് ഇന്നത്തെ മുഹമ്മദിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ഈ കുട്ടിയെ കൈപിടിച്ച് പള്ളിയിലേക്ക് മുഹമ്മദിനെ കൊണ്ടുപോകാറ് അനുജനാണ്. അനുജൻ സ്കൂളിൽ വരാൻ നേരം വൈകിയപ്പോ മുഹമ്മദ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ ബഹളമാണ്. ആ സമയം അപ്പ പറഞ്ഞു, മോനെ ഞാൻ കൊണ്ടുപോകാം പള്ളിയിലേക്ക്. അഹ്മദിന്റെ കൈപിടിച്ച് അദ്ദേഹം അവന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പള്ളിയിലേക്ക് പോയി. അഹ്മദ് ഒന്നാമത്തെ തൊട്ടിലേക്ക് 10 വയസ്സുള്ള കണ്ണുപൊട്ടനായ കുട്ടിയാണ്. അവൻ ഇരുന്നിടത്ത് ഞാനും ഇരുന്നു. എനിക്കറിയില്ല നിസ്കാരം എന്താണെന്ന്. ഞാനവിടെ അവന്റെ കൂടെ തന്നെ നിസ്കരിച്ചു. എനിക്കറിയാം നിസ്കാരത്തിന്റെ മൂവ്മെന്റുകൾ. ആദ്യമായി എന്റെ ജീവിതത്തിലെ നിസ്കാരം അതായിരുന്നു. എന്റെ കുട്ടിയിൽ നിന്നായിരുന്നു സെഷൻ. അന്ന് ഞാൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ പോവില്ലേ എന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ അഹ്മദ് പറഞ്ഞു, വാപ്പ മുസ്ഹഫ് എടുത്തു തരുന്നത്. അപ്പോ കണ്ടു കാണാത്തവർക്ക് തൊട്ടു നോക്കി ഓതാൻ പറ്റുന്ന മുസ്ഹഫ്. അപ്പോഴേക്കും കുട്ടിക്ക് സൂറത്തുൽ യാസീൻ, സൂറത്തുൽ കഹഫ് മനഃപാഠമാണ്. ഞാൻ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എന്റെ 10 വയസ്സായ കുഞ്ഞ് പള്ളിയിൽ ചെന്ന് ജമാഅത്ത് നിസ്കരിക്കുമ്പോ ഒരു നേരം പോലും പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഞാൻ ഇരിക്കുന്ന വയസ്സ് 33 കഴിഞ്ഞു, 34 വയസ്സായി. ഞാൻ ഇതുവരെ നിസ്കരിച്ചില്ലല്ലോ. എന്റെ കുഞ്ഞുമോൻ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ ബഹളമുണ്ടാക്കിയത് എന്നെ ആളുകളെ സഹായിക്കാനില്ലേ എന്ന് ഞാൻ ആ പള്ളിയിൽ തേങ്ങി പൊട്ടി കരച്ചിലാണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്. അവിടെ മുതൽ അഹ്മദിന്റെ കണ്ണിലുണ്ണിയാണ്. ആ അഹ്മദിനെ ഞാൻ കൊല്ലുപോലെ ഓർക്കുകയാണ്. ആ അഹ്മദ് പക്ഷേ 3 വർഷങ്ങൾക്ക് ശേഷം അസുഖം ബാധിച്ച് ലോകത്തോട് വിട പറയുകയാണ് ഉണ്ടായത്. ശൈഖ് റഷീദി പറഞ്ഞു, അന്നാണ് ഞാൻ ദീനിനെ പറ്റി അല്ലാഹുവിനെ പറ്റി അറിയാൻ തുടങ്ങിയത്. എന്റെ കണ്ണ് കാണാത്ത 2 കണ്ണുകളില്ലാത്ത കുഞ്ഞിന് അല്ലാഹുവിനോടുള്ള സ്നേഹം 2 കണ്ണും കണ്ടുണ്ടായിട്ട് എനിക്കൊന്നുമില്ല. പള്ളികളെമ്പാടും നമ്മുടെ റോഡിൽ ചുറ്റുന്നുണ്ട്. എമ്പാടും പള്ളികളുണ്ട്. നമുക്കൊരു പള്ളിയുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ അവരുടെ പള്ളി, ഇപ്പുറത്ത് വേറെ പള്ളി, അവിടെ വേറെ സംഘടനക്കൊന്ന്, ഇപ്പുറത്ത് വേറെയൊന്ന്. മത്സരമാണ്. സംഘടനകൾ പള്ളി വെച്ച് മത്സരിക്കുന്ന കാലമാണ്. പള്ളിയുടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. ആ പള്ളിയിൽ കയറി 2 കണ്ണുമുണ്ടായിട്ട് ഉച്ചരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത 5 നേരം സംസ്കാരം കണ്ണു കാണാത്ത അഹ്മദിന്റെ ജീവിതം കണ്ട് പഠിച്ച് കൈപിടിക്കുന്ന ജമാഅത്തിന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോ സുബ്ഹിസ്കാരം സലാത്തിനെയും മുഹർ നഷ്ടപ്പെടുത്തുകയും ജുമഅക്ക് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കാര്യമായി ഇറങ്ങി ഓടുകയും ചെയ്യുന്നവർ എവിടെയാണ് വേഗം തീരുന്ന ജുമഅ എന്ന് നോക്കി നടക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുകയും അല്ലാഹുവിനോട് ചെയ്യേണ്ട നന്ദി നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മാ മിൻ മുസ്ലിമിൻ യുശാഖു സൗഖത്തൻ ഫമാ ഫൗഖഹാ. ഏത് ചെറിയ മുള്ള് കറക്കാൻ പോലും ഒരു മനുഷ്യന്റെ നന്മയെ അല്ലാഹു കൂട്ടി തരികയും തിന്മയെ കൂട്ടി തരികയും ചെയ്യുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരക്കാരുടെ